ഇനി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൽ നിന്ന് ഡീവാലുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഡീവാലുവേഷനിൽ നിന്ന് ഒരു 3 ചോദ്യമുണ്ട്. അടുത്തൊരു കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, IMF പല കണ്ടീഷനിൽ പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ് എന്ത്, ഡീവാലുവേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡീവാലുവേഷൻ എന്താണെന്ന് ആദ്യം ഒരു ഡീവാലുവേഷനെ നിങ്ങൾ കാണാണ്ട് പഠിക്കരുത്, കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമുക്കറിയാലോ ഇന്ത്യൻ കറൻസിയും ഒരു ഡോളർ വാങ്ങിക്കാൻ, ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഇന്നത്തെ ഐ ആം ടോക്കിംഗ് അബൌട്ട് 1990. ഞാൻ കാലഘട്ടം എടുക്കുകയാണ്, 1990 എന്നൊരു കാലഘട്ടം എടുക്കുകയാണ്. ഒരു ഡോളർ എന്ന് പറയുന്നത് 20 രൂപയാണ് എന്ന് വിചാരിക്കുക. ഒരു ഡോളർ എന്ന് പറയുന്നത് 20 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത് 20 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി ഈ 20 രൂപേനെ, അതായത് 20 രൂപേനെ നമ്മൾ ഡീവാലുവേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളറിനെ 25 രൂപയാക്കിയാൽ, അതായത് മുമ്പ് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 20 രൂപയായിരുന്നു. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 20 രൂപയായിരുന്നു. ആ 20 രൂപ ഒരു ഡോളറിന് 20 രൂപയാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് അതിന്റെ വാല്യൂ എന്താക്കി മാറ്റി, ഒരു ഡോളറിന് 25 രൂപയാക്കി മാറ്റി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. അപ്പോൾ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ആദ്യം നിങ്ങൾക്ക് 100 രൂപയ്ക്ക് എത്ര ഡോളർ 100 രൂപയ്ക്ക് എത്ര ഡോളർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു? 100 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 ഡോളർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. 5 ഡോളർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. 25 രൂപ ആയപ്പോൾ 100 രൂപയ്ക്ക് എത്ര ഡോളറെ വാങ്ങിക്കാൻ പറ്റുള്ളൂ? 4 ഡോളറെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യം കുറഞ്ഞില്ലേ? ആദ്യം 100 രൂപയ്ക്ക് 5 ഡോളർ വാങ്ങിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഇപ്പൊ 100 രൂപയ്ക്ക് 4 ഡോളറല്ലേ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അതിന്റെ അർത്ഥം രൂപയുടെ മൂല്യത്തിന്റെ വില മൂല്യം കുറഞ്ഞെന്നല്ല എന്റെ അർത്ഥം. അതിനെ പറയുന്ന പേരാണ് ഡീവാലുവേഷൻ. അപ്പൊ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് റീവാലുവേഷൻ. ഡീവാലുവേഷന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? റീവാലുവേഷൻ. എന്ന് വെച്ചാല് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുന്നു, അതിനെയാണെന്ന് പറയുന്നത് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മള് ഇനി ഇങ്ങനെ ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ ആർക്കാണ് മെച്ചം? എക്സ്പോർട്ടറിനാണോ ഗുണം, ഇമ്പോർട്ടറിനാണോ ഗുണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാണാപ്പാഠം പഠിക്കരുത്. എന്ത് ചെയ്യാ? കാണാപ്പാഠം പഠിക്കാണ്ട് നിങ്ങൾ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് അമേരിക്കയിൽ നിന്ന് ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യാണ്. അമേരിക്കയിൽ നിന്ന് ആപ്പിൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ $1, അതായത് 1 കിലോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, 1 കിലോ ആപ്പിളിന് $1 ആണെന്ന് വിചാരിക്കുക. 1 കിലോ ആപ്പിളിന് $1. കാര്യം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഡോളറിലെ പൈസ, ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ആണ്. അമേരിക്കയിൽ നിന്ന് വരുന്നതായതുകൊണ്ട്, എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അക്കൗണ്ടിലായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ആദ്യം, അതായത് ഒരു ഡോളറിന് 20 രൂപ ഉള്ള സമയത്ത്, നമുക്ക് 100 രൂപ ഉണ്ടായിരുന്നപ്പോ എത്ര കിലോ 100 രൂപക്ക് എത്ര കിലോ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു? കാരണം $1 5 കിലോ ആപ്പിൾ 100 രൂപക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. മൂല്യം കുറഞ്ഞപ്പോ,
അതായത് 25 രൂപയായപ്പോ 100 രൂപയ്ക്ക് നമുക്ക് 4 കിലോ ആപ്പിളെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇമ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടറിന് നഷ്ടമാണ്. അതായത് ഡീവാല്യൂ ചെയ്താൽ ആരൊക്കെയാണ്? അപ്പോൾ ഇമ്പോർട്ടറിന് എക്സ്പെൻസീവ് ആയില്ലേ? ആപ്പിളിന്റെ വില കൂടിയില്ലേ? ആപ്പിളിന്റെ വില അയാൾക്ക് 20 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനം ഇപ്പൊ 25 രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ 100 രൂപക്ക് 5 കിലോ കിട്ടിയിരുന്ന ആൾക്ക് ഇപ്പൊ 4 കിലോ കിട്ടുന്നുള്ളൂ. അപ്പോ ഡീവാലുവേഷൻ നടക്കുമ്പോ നഷ്ടം ആയിരിക്കാണ്? നഷ്ടം ഇമ്പോർട്ടറിനാണ്. ഇമ്പോർട്ട് ബിക്കംസ് എക്സ്പെൻസീവ്. ഓർത്തു വെച്ചോ, മനസ്സിലാക്കിയിട്ട് ഓർത്തു വെച്ചോ. അതായത് ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആവുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളെന്ത് ചെയ്യും? ഇമ്പോർട്ട് കുറയ്ക്കും. ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആവുമ്പോൾ ഒരു രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം നമ്മൾ കുറയ്ക്കും. എന്തിനാ അമേരിക്കയിൽ നിന്ന് ആപ്പിൾ വാങ്ങിക്കുന്നത്? നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ ഹിമാചലിൽ നിന്നൊക്കെ ആപ്പിൾ വരുത്തിയാൽ പോലെ എന്തിനാ അമേരിക്കൻ ആപ്പിൾ വരുത്തുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഇമ്പോർട്ട് കുറയും ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ. ഇനി എക്സ്പോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. എക്സ്പോർട്ടറിന് ചിന്തിച്ചു നോക്ക്. എക്സ്പോർട്ടറിന് $1 20 രൂപയാണ് അയാൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് അയാൾക്ക് മുമ്പ് ഒരു സാധനം വിറ്റപ്പോ ഒരു കണ്ടെയ്നർ കയറ്റി വിട്ടു. ഒരു എക്സ്പോർട്ടർ ഒരു കണ്ടെയ്നർ കയറ്റി വിട്ടു. ആ കണ്ടെയ്നറിന് അയാൾക്ക് കിട്ടിയത് $1000 ആയിരുന്നു. അയാൾക്ക് ഒരു കണ്ടെയ്നർ എക്സ്പോർട്ട് ചെയ്തപ്പോൾ അയാൾക്ക് $1000 ആയിരുന്നു. അത് 20 രൂപയായിരുന്നു. അപ്പൊ ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടിയത് 20,000 രൂപയായിരുന്നു. ഒരു കണ്ടെയ്നർ അയാൾക്ക് ഒരു കണ്ടെയ്നർ $1000, അത് 20 രൂപയ്ക്ക് ആയപ്പോ 20,000 കിട്ടിയത്. അത് ഡീവാല്യൂ ചെയ്തപ്പോ 20 നിന്ന് 25 രൂപ ആയപ്പോ അയാൾക്ക് $1000 തന്നെ കിട്ടുന്നുള്ളൂ. പക്ഷെ ഈ $1000 20 എന്നുള്ളത് 25 ആയപ്പോ എന്ത് സംഭവിച്ചു? 25 രൂപ ആയപ്പോ അയാൾക്ക് 25,000 രൂപ കിട്ടി. അപ്പൊ ഡീവാലുവേഷൻ നടക്കുമ്പോൾ എക്സ്പോർട്ട് ബിക്കം ചീപ്പർ. മീൻസ് അപ്പൊ എക്സ്പോർട്ടറിന് ബെനിഫിറ്റ് ആണ്, എക്സ്പോർട്ടറിന് ലാഭമാണ്. അപ്പൊ എക്സ്പോർട്ട് കൂടും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കറൻസി ഡീവാല്യൂ ആവുമ്പോൾ കറൻസി ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? കറൻസി ഡീവാല്യൂ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? എക്സ്പോർട്ട് കൂടും, ഇൻക്രീസ് ആകും. ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആകും. അപ്പൊ എക്സ്പോർട്ട് ചീപ്പായതുകൊണ്ട് മീൻസ് അത് ഇൻക്രീസ് ആവും. ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആകുമ്പോൾ ഇമ്പോർട്ട് കുറയും കറൻസി ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് നമ്മൾ BOP ക്രൈസിസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് IMF നിർദ്ദേശിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്തു? കറൻസിയെ ഡീവാല്യൂ ചെയ്തു. കറൻസിന്റെ വാല്യൂ ഡീവാല്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ഡീവാലുവേഷൻ? ഞാൻ എൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഒരു കൺട്രീന്റെ വാല്യൂ കുറയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡെലിബറേറ്റ് ആയിട്ട് ഒരു കറൻസിന്റെ വാല്യൂ മറ്റൊരു കറൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കറൻസി ആയിട്ട് അതിന്റെ വാല്യൂവിനെ കുറയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഡീവാലുവേഷൻ. അപ്പൊ ഇവിടെ ഡെലിബറേറ്റ് ആണ്, മാർക്കറ്റ് അല്ല. അപ്പൊ ഇവിടെ ഡീവാലുവേഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടിയുണ്ട്, ഡിപ്രിസിയേഷൻ. ഡീവാലുവേഷനും ഡിപ്രിസിയേഷനും കൺസെപ്റ്റ് സെയിം ആണ്. എന്താണ്? ഒരു കറൻസിയുടെ വാല്യൂ കുറയുന്നു. പക്ഷെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് ഡീവാലുവേഷൻ എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ട് ഗവൺമെന്റോ സെൻട്രൽ ബാങ്കോ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാനാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യാനാണ്. മാർക്കറ്റ് ഫോഴ്സസ് കാരണം മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്ത് ആ ഒരു കറൻസിയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ അത് ഡിപ്രിസിയേഷനും,
ഗവൺമെന്റ് ഇടപെട്ടിട്ട്, ഗവൺമെന്റോ സെൻട്രൽ ബാങ്കോ ഇടപെട്ടിട്ട് ഡെലിബറേറ്റ് ആയിട്ട് വില കുറയ്ക്കുന്നതിനെ ഡിവാലുവേഷൻ എന്ന് പറയുന്നു. അത്ര അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഡിവാലുവേഷൻ എന്ന വേർഡ് തന്നെ ഇന്ത്യ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലാണ്. നമ്മുടെ ഇപ്പൊ ഇന്ത്യന്റെ ഒരു ഡോളർ എന്ന് പറയുന്നത് 96 97 രൂപയും വരെ എത്തിയിട്ടുണ്ട്. അതെന്താണ്? ഡിപ്രിസിയേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് അല്ല കറൻസിയുടെ വില തീരുമാനിക്കുന്നത്, മാർക്കറ്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കറൻസി ഡിപ്രിഷിയേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആലോചിച്ച് നോക്കി. ഇത് 3 പ്രാവശ്യം ഡിവാലുവേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്ന്, എങ്ങനെയാണ് ഡിവാലുവേഷൻ ചെയ്തത്? 91-ൽ എങ്ങനെയാണ് ഡിവാലുവേഷൻ? ഇതൊരു 2 സ്റ്റെപ്പ്, 2 തവണയായിട്ടാണ്, 2 സ്റ്റേജിൽ, 2 ടൈമിലായിട്ടാണ്. അതാണ് 2 സ്റ്റെപ്പ് ഡിവാലുവേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പ്, 2 ഘട്ടമായിട്ടാണ്, ഒറ്റയടിക്കല്ല ഡിവാലുവേഷൻ ചെയ്തത്, 2 ഘട്ടമായിട്ടാണ്. അതിന്റെ ഡേറ്റും അറിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ കറൻസി ഡിവാലുവേറ്റ് ചെയ്തത് 2 ഘട്ടമായിട്ടാണ്. അപ്പോൾ മാർക്കറ്റിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും പൊളിറ്റിക്കൽ ഷോക്സ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ആദ്യം ഡിവാലുവേറ്റ് ചെയ്ത്, ഡേറ്റ് ഓർത്ത് വെച്ചോ. ഫസ്റ്റ് നമ്മൾ ഡിവാലുവേറ്റ് ചെയ്യുന്നത് ജൂലൈ 1 1991 നമ്മൾ കറൻസി, ഇന്ത്യൻ കറൻസി ആദ്യമായിട്ട് ഡിവാലുവേറ്റ് ചെയ്യുന്നത്. എത്ര ശതമാനമാണ് നമ്മൾ ഡിവാലുവേറ്റ് ചെയ്തത്? അറൌണ്ട് 7 to 9%, 7% to 9% എഗെയിൻസ്റ്റ് മേജർ ഇന്റർനാഷണൽ കറൻസീസ്. ഏതൊക്കെയാണ് മേജർ ഇന്റർനാഷണൽ? US ഡോളർ, UK പൗണ്ട് സ്റ്റെർലിംഗ് ഒക്കെ. അപ്പൊ മേജർ ഇന്റർനാഷണൽ കറൻസി ആയിട്ട് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് 1 ജൂലൈ 1991 നമ്മൾ കുറച്ചത് 7 to 9% ആണ് നമ്മൾ കുറച്ചത്, ഡിവാല്യൂ ചെയ്തത്. രണ്ടാമത് 2 ദിവസം കഴിഞ്ഞപ്പോൾ 3rd ജൂലൈ 1991 നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഇന്ത്യയുടെ മൂല്യം, കറൻസിയുടെ മൂല്യം കുറച്ച്. അപ്പൊ എത്രയാണ് നമ്മൾ കുറച്ചത്? 11%. അപ്പോൾ ഫസ്റ്റ് ഡിവാലുവേഷനിൽ 7 to 9% ആണെങ്കിൽ സെക്കൻഡ് ഡിവാലുവേഷനിൽ നമ്മൾ അറൌണ്ട് 11%. അപ്പോൾ അതിന്റെ ഒരു നെറ്റ്, രണ്ടിനും കൂടി ഒരു നെറ്റ് കൂട്ടുകയാണെങ്കിൽ, അതിന്റെ നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ 2 കൂടി ഏകദേശം വരുന്നത് നമ്മുടെ റുപ്പിയുടെ മൂല്യം കുറഞ്ഞത് അറൌണ്ട് 18.5 to 19.5% ഡിക്ലൈൻ ആണ്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഡിവാലുവേഷൻ നടത്തിയത് 2 സ്റ്റേജിലായിട്ടാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജിൽ 1 ജൂലൈയിലും 91, 2 ദിവസം കഴിഞ്ഞ് 3rd ജൂലൈയിലും. ആദ്യം നമ്മൾ 7 to 9%, രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെക്കൻഡ് ഡിവാലുവേഷനിൽ 11%. അപ്പൊ മൊത്തം ഒരു നെറ്റ് ആവറേജ് എടുക്കുമ്പോൾ ഏകദേശം 18% മുതൽ 19%, 20-ൽ താഴെയാണ്, 20% താഴെയാണ്. ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ 2 ഡിവാലുവേഷൻ നടത്തി കുറച്ച് ദിവസം ഒന്ന് ഡിവാലുവേഷൻ ചെയ്ത് കറൻസി സ്റ്റെബിലൈസ് ആയതിനു ശേഷമാണ് 24 ജൂലൈ, ഡേറ്റ് ഓർത്ത് വെക്കണേ, 24 ജൂലൈ 1991 ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്വീപ്പിംഗ് എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കെ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും ഡ്യുവോ കൊണ്ടുവന്നു സ്വീപ്പിംഗ് റിഫോംസ് നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയത് 24 ജൂലൈ 1990. നമ്മൾ ലിബറലൈസേഷൻ നടത്തി. നഷ്ടം ഉള്ള മീൻസ് എല്ലാ മേഖലകളിലും ലിബറലൈസേഷൻ. അപ്പൊ ഓരോ സെക്ടറായിട്ട് നമുക്ക് തിങ്കളാഴ്ച പഠിക്കാം. എന്തൊക്കെ ഒരുപാട് 10-35ഓളം ക്വസ്റ്റ്യൻസ് PYQ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് കുറവാണ്, കാരണം ഇവിടെ കൺസെപ്റ്റ്, കാരണം ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ അതൊക്കെ എളുപ്പമാണ്. ഈ ഇന്നത്തെ ക്ലാസ് മനസ്സിലായ ഒരു കുട്ടിക്ക് അടുത്ത ക്ലാസ് എളുപ്പമാണ്. കൺസെപ്റ്റ് നമുക്ക് കുറെ ചോദ്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ചത്തെ സെഷനിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, മീൻസ് ഓരോ സെക്ടർ എടുത്തിട്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്ത് റിഫോം ആണ് കൊണ്ടുവന്നത്, ഓക്കെ, ട്രേഡ് റിലേറ്റഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് റിഫോം ആണ് കൊണ്ടുവന്നത്, ഇൻഡസ്ട്രിയൽ റിഫോംസ് എന്തായിരുന്നു, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് റിഫോംസ് പഠിക്കാം. അവിടെ നിന്ന് ഓരോ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. പിന്നെ ലിബറലൈസേഷന്റെ കൺസെപ്റ്റും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും, പ്രൈവറ്റൈസേഷൻ റിലേറ്റഡ് കൺസെപ്റ്റും അതിന്റെ ക്വസ്റ്റ്യനും, ഗ്ലോബലൈസേഷനും ഔട്ട്സോഴ്സിങ്ങും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ 3 ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് 7ാമത്തെ ചോദ്യം ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. 2024 PSC ചോദിച്ച ചോദ്യമാണ്. ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. നമുക്കറിയാം മോർ ദാൻ 20% എന്നുള്ളത് തെറ്റാണ്. 5 to 15% ഉള്ളതും തെറ്റാണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് വരുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി
20% ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്, only one. ഇതും 2024 PSC ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ റുപ്പി ഡീവാല്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും? എക്സ്പോർട്ട് ഇൻക്രീസ് ആവും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ റുപ്പി വാസ് ഡീവാല്യൂഡ് 3 സ്റ്റേജസിലാണോ ഡീവാല്യൂ ചെയ്തത്? ഇല്ല, 2 സ്റ്റേജസിലാണ്, 2 സ്റ്റേജ്. 1st July 1991 ആൻഡ് 3rd July 1991. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരിക എ ആണ്. 1 alone is correct. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ കൺസെപ്റ്റ് എങ്ങനെ റുപ്പി ഡീവാല്യൂ ചെയ്താൽ എക്സ്പോർട്ട് കൂടും, എങ്ങനെ ഇമ്പോർട്ട് കുറയും എന്നുള്ള ആ കൺസെപ്റ്റ് മനസ്സിലാത്തൊരു ആ ഒരു പോർഷൻ ഒന്നുകൂടി കണ്ടോ കേട്ടോ. അപ്പൊ അതിന് ഡൗട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിലാക്കി പഠിക്കുക, കാണാപ്പാടം പഠിക്കരുത്. വെറുതെ എന്താണ് റുപ്പീന്റെ മൂല്യം കുറഞ്ഞാൽ എക്സ്പോർട്ട് കൂടും, അങ്ങനെ പഠിക്കരുത്. അത് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും 2024 ചോദിച്ച ചോദ്യമാണ്. വാട്ട് വാസ് ദി ഇമ്മീഡിയറ്റ് മെഷർ ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ടു ഓവർകം ദി BOP ക്രൈസിസ് ഇൻ 1991? നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണ്? റീവാല്യൂഷൻ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഡീവാല്യൂഷന്റെ ഓപ്പോസിറ്റിനെയാണ് റീവാല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടാരിഫ് റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല, അതൊക്കെ കുറയ്ക്കുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ മൺഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻസർ എന്താണ്? സി ആണ്, ഡീവാല്യൂഷൻ ഓഫ് ദി റുപ്പി എഗെയിൻസ്റ്റ് ഫോറിൻ കറൻസി. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു സെഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ട കുട്ടികൾക്ക് നിങ്ങൾക്ക് 9 ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ? അല്ലേ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. BOP എന്താണെന്ന് പറഞ്ഞു തന്നു. BOP മനസ്സിലായാൽ BOP ക്രൈസിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഡീവാലുവേഷൻ എന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ആദ്യം നിന്നുള്ള എല്ലാ ചോദ്യവും നമ്മൾ ആൻസർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ മെയിൻസിനും ഒരു ചോദ്യം നിങ്ങൾക്ക് എളുപ്പമാണ്, മീൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഈ അറിവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നോളജ് വെച്ചിട്ട് വേറെ പല ടോപ്പിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. IMF വേൾഡ് ബാങ്ക് ഒക്കെ വരുമ്പോൾ ഈ BOPയും ഡീവാലുവേഷൻ ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇനി ഞാൻ പറഞ്ഞു വെച്ചാൽ ഇനി ഇതിന് നമ്മൾ കണ്ടംപററി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന BOP ക്രൈസിസ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു കറണ്ട് അഫെയർ BOP ക്രൈസിസ് വെച്ചിട്ട് ഒരു കറണ്ട് അഫെയർ ചോദ്യം ചോദിച്ചാലും ഈ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.